നിങ്ങൾ അറിഞ്ഞായിരുന്നോടെ ഇന്ന് എന്റെ കൂട്ടുകാരൻ പഠിപ്പിക്കുന്ന സ്കൂളിലെ ട്രിപ്പാണ് നമുക്ക് കിട്ടിയത്. കോടങ്കര LP സ്കൂളിലെ പിള്ളേരെയും കൊണ്ടാണ് നമ്മൾ ഇന്ന് ട്രിപ്പ് പോകുന്നത്. പറഞ്ഞ സമയത്തിന് നമ്മൾ വണ്ടിയും കൊടുത്തു പിള്ളേരെയും കൊണ്ട് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യും. പതിവ് പോലെ തന്നെ ഇന്നും ചേട്ടനാണ് നമ്മുടെ ചെറുക്കന്റെ ഹോട്ട് സീറ്റ് കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് തലയുടെ മണ്ടയ്ക്ക് ഫ്ലൈ ബാഗിന്റെ 34 സീറ്റ് ബസ് കിടക്കുന്നത് കണ്ടത്. അപ്പോൾ ഒരു പയ്യൻ സ്കൂട്ടിയുടെ പറയിരുന്നു നമ്മളെ വണ്ടിയുടെ വീഡിയോ എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ച നമ്മളും കണ്ടു. അങ്ങനെ നമ്മുടെ ഷെഡിന്റെ അടുത്തുള്ള പമ്പെത്തിയപ്പോൾ നമ്മളൊരു 3000 ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തി. അങ്ങനെ ഡീസൽ ഒഴിച്ച് ഡീസൽ ടാങ്ക് അടച്ച് നമ്മൾ നേരെ വണ്ടി എടുത്തുകൊണ്ട് ആദ്യം പോയത് വെട്ടുകാട് പള്ളിയിലേക്കാണ്. ഞാനും ചേട്ടനും കൂടെ ഒരു കടയിൽ കയറി കാപ്പി പിടിച്ചിട്ട് വന്നപ്പോഴേക്കും നമ്മുടെ പിള്ളേർ വന്ന് വണ്ടിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കോടങ്കര LP സ്കൂളിലെ പിള്ളേരെയും സാറുമാരെയും കൊണ്ട് നമ്മൾ നേരെ പോകുന്നത് മാജിക് പ്ലാനറ്റിലേക്ക്. പ്രശസ്തനായ മുതുകാട് സാർ നടത്തുന്ന മാജിക്കുകളുടെ ഒരു കൂമ്പാരം തന്നെയാണ് മാജിക് പ്ലാനറ്റിൽ നടക്കുന്നത്. അങ്ങനെ മാജിക് പ്ലാനറ്റിലേക്ക് പിള്ളേരെ കയറ്റി വിട്ടിട്ട് നമ്മൾ പാർക്കിങ്ങിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് KVM-ന്റെ ഡ്രൈവറെയും കളിയെ നമ്മൾ കണ്ടത്. ഒരുവിധം കഷ്ടപ്പെട്ടാണ് നമ്മുടെ വണ്ടികളെല്ലാം പാർക്ക് ചെയ്തത്. അങ്ങനെ കിട്ടിയ ഗ്യാപ്പിൽ നമ്മുടെ വണ്ടികളെല്ലാം പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ കൂപ്പൺ മേടിക്കാൻ വേണ്ടിയിട്ട് പോകും. പിന്നെ കുറെ നേരത്തേക്ക് സെക്യൂരിറ്റി ആന്റിയോട് തള്ളുകഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചേട്ടൻ. അങ്ങനെ ഉച്ചയായപ്പോൾ തള്ളുകഥകൾക്ക് വിരാമം വിട്ടുകൊണ്ട് കൂപ്പൺ മേടിച്ച് നമ്മൾ നേരെ പോയി ഒരു ബിരിയാണി വായിച്ചിടുന്നു. ഉറങ്ങി കഴിച്ചപ്പോഴേക്കും മിക്കിയുടെ കോൾ വന്നു. എടാ പിള്ളേരൊക്കെ ഇറങ്ങി പെട്ടെന്ന് വണ്ടി എടുത്തോണ്ട് വായന്നായിരുന്നു കോളിലെ മിക്കി പറഞ്ഞു. അങ്ങനെ നമ്മുടെ കുട്ടിപ്പട്ടാളത്തിനെയും മിക്കി സാറിനെയും വണ്ടിയിൽ കയറ്റിയിട്ട് നമ്മൾ നേരെ തിരിച്ചു പോയപ്പോഴാണ് ആ കാര്യം സംഭവിച്ചത്. നമ്മുടെ കേരളത്തിലെ രാജാക്കന്മാർക്ക് റോഡിലൂടെ പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ പോലുള്ള വണ്ടികളെ സബ് റോഡ് കയറ്റി വിട്ടു. ആശുപത്രിയിലേക്ക് രോഗി കൊണ്ടുപോകുന്ന ആംബുലൻസിനെ പോലും അവർ മെയിൻ റോഡിൽ കയറ്റി വിട്ടില്ല. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നതെന്ന് വെച്ച് നമുക്കും അറിയില്ല. പ്രായത്തിലൊക്കെ കിളവനായിട്ടും ശംഖുമുഖം എയർപോർട്ട് ഉണ്ടപ്പോൾ തല വെളിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന മിക്കി സാറിനെയാണ് നമ്മൾ ഇവിടെ കണ്ടത്. ശംഖുമുഖം പാർക്കിങ്ങിൽ നമ്മൾ വണ്ടി കൊണ്ടിട്ടപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന കുറെ പയ്യന്മാരെ നമുക്ക് കാണാൻ പറ്റും. ടാറ്റ കാണിക്കാനും നമ്മളോട് ഒന്ന് സംസാരിക്കാനും ഫോട്ടോ എടുക്കാനും ഒരുപാട് കൊച്ചു പയ്യന്മാർ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ആഗ്രഹങ്ങളിൽ നമ്മളെയും കൂടെ കൂട്ടുന്നത് കാണുമ്പോൾ നമുക്കും സന്തോഷമുണ്ട്. അപ്പോഴാണ് നമ്മുടെ ബാറ്ററി ടെർമിനൽ ലൂസാണെന്ന് പറഞ്ഞപ്പോൾ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൈഡർ ബസിന്റെ പയ്യന്മാർ വന്നത്. ഞാൻ വെറുതെ ഒന്ന് അവന്മാരടുത്ത് പറഞ്ഞത്, പക്ഷെ അതെല്ലാം ശരിയാക്കിയിട്ടാണ് അവന്മാർ പോയത്. അവന്മാരുടെ ബസ്സിനൊന്ന് ഞാൻ ഒളിഞ്ഞു നോക്കിയപ്പോൾ വേറെ കുറെ പയ്യന്മാർ ചാറ്റ് ചെയ്യുന്ന സബ്സ്ക്രൈബർ ആണെന്നും പറഞ്ഞുകൊണ്ട് പോകുന്നത്. അങ്ങനെ വന്ന പിള്ളേരുടെ അടുത്തെല്ലാം പോയി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ പിള്ളേർ വന്ന് വണ്ടിയിൽ പെട്ടെന്ന് തന്നെ വണ്ടി എടുത്ത് തിരിച്ച് പിള്ളേരെ സ്കൂളിൽ കൊണ്ട്